നമസ്കാരം. 2025 വർഷഫലത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് പൂരുരുട്ടാതി നക്ഷത്രം. പൂരുരുട്ടാതി നക്ഷത്രക്കാർക്ക് 2025 ഉണ്ടാകുന്ന ഗുണദോഷ പരിഹാര ഫലങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നു എന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനോടൊപ്പം സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ജ്യോതിഷ സംബന്ധമായ സംശയങ്ങൾ തീർക്കുന്നതിന് വേണ്ടി മെസ്സേജ് അയക്കുന്നതിന് മറുപടി ലഭിക്കുക തന്നെ ചെയ്യും. ഈ ഒരു വർഷം 2025 പൂരുരുട്ടാതി നക്ഷത്രക്കാർക്ക് അവരുടെ സന്താനങ്ങൾക്ക് വേണ്ടി പണം ചിലവാക്കേണ്ടി വരുന്ന ഒരു വർഷം തന്നെയായിരിക്കും. വിദ്യാർത്ഥികളാണ് നിങ്ങളുടെ കുട്ടികൾ എന്നുണ്ടെങ്കിൽ വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ കരുതി വച്ചിരുന്ന സാമ്പത്തികത്തിൻ്റെ 2 ഇരട്ടിയോളം ചിലവാക്കേണ്ടി വരികയും അതിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വരികയും ചെയ്യുന്ന രക്ഷകർത്താക്കളായിരിക്കും ഈ നക്ഷത്രക്കാർ. ദേഹസുഖം കുറയുകയും നിങ്ങൾക്ക് രോഗ അവസ്ഥകൾ കൂടുകയും ചെയ്യുന്ന ഒരു വർഷമാണ്. കഴിഞ്ഞ വർഷങ്ങളിൽ ആരോഗ്യപരമായി മെച്ചപ്പെട്ട് നല്ല രീതിയിൽ പോകുന്ന ഒരു വർഷമായിരുന്നു എന്നുണ്ടെങ്കിൽ ഈ ഒരു വർഷം 2025 ചെറിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ വന്നു ചേരുവാൻ സാധ്യതയുണ്ട്. ഗ്രഹത്തിനുള്ളിൽ അറ്റകുറ്റപ്പണികൾക്ക് വേണ്ടി ധനം ചിലവാക്കേണ്ടി വരും. പുതിയ ജോലികൾ, ആ ജോലിയിൽ പ്രവേശിക്കുവാൻ അവസരം ലഭിക്കുന്ന ഒരു കാഴ്ചയും നമുക്ക് ഈ 2025 കാണുവാൻ സാധിക്കും. അടുത്ത ബന്ധുക്കളായി നിങ്ങളോടൊപ്പം നിൽക്കുന്ന വ്യക്തികളിൽ നിന്നും നെഗറ്റീവായ അനുഭവങ്ങൾ ജീവിതത്തിൽ വന്നു ചേരുന്ന ഒരു വർഷവും കൂടിയാണ്. നിങ്ങളുടെ സുഹൃത്തുക്കളിൽ നിന്നും ബന്ധുക്കളിൽ നിന്നും ചെറിയ രീതിയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്ന ഒരു കാഴ്ചയും ഈ ഒരു വർഷം കാണാൻ സാധിക്കും. ആഗ്രഹങ്ങൾ നിറവേറുക തന്നെ ചെയ്യും. എന്നാൽ ആഗ്രഹങ്ങൾ നിറവേറാൻ വേണ്ടി നിങ്ങൾ ശ്രമങ്ങൾ വീണ്ടും വീണ്ടും ആവർത്തിച്ചു കൊണ്ടേയിരിക്കുക. ദുരിതങ്ങളിൽ നിന്നും ഒരു ആശ്വാസം ലഭിക്കുന്ന വർഷം തന്നെയായിരിക്കും 2025. ബന്ധുജനങ്ങളിൽ നിന്നുള്ള സഹായം നിങ്ങൾക്ക് ലഭിക്കും എന്നുണ്ടെങ്കിലും ധനപരമായിട്ട് നിങ്ങൾക്കൊരു ചെറിയ രീതിയിലുള്ള നഷ്ടങ്ങൾ കാണുന്നുണ്ട്. ജല സംബന്ധമായ രോഗങ്ങൾ ഉണ്ടാകുവാൻ സാധ്യത വളരെ കൂടുതലായി കാണപ്പെടുന്നു. തൊഴിൽപരമായ മാറ്റങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. നിങ്ങൾ വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ആ യാത്രയ്ക്കെല്ലാം സന്തോഷകരമായി പോകുവാനും നേട്ടങ്ങൾ ഉണ്ടാകുവാനും സാധിക്കും. കൂടാതെ ബന്ധുജന സംഗമം ഉണ്ടാകാനുള്ള സാധ്യതയും കൂടുതലായി കാണപ്പെടുന്നു. അടുത്ത ബന്ധുക്കൾക്ക് അവരുടെ രോഗങ്ങൾക്ക് വേണ്ടി, അവരുടെ രോഗങ്ങൾ മാറുന്നതിന് വേണ്ടി നമ്മൾ തന്നെ ധനം ചിലവാക്കേണ്ടി വരുന്ന ഒരവസ്ഥയും കാണുന്നുണ്ട്. മുതിർന്ന കുടുംബാംഗങ്ങളുടെ ആരോഗ്യ പ്രശ്നം വളരെ മോശ അവസ്ഥയിലോട്ട് പോവുകയും നമുക്കൊരു മാനസിക ദുഃഖം ഉണ്ടാകാനുമെല്ലാം സാധ്യത കാണുന്നുണ്ട്. കുടുംബത്തിനുള്ളിൽ മംഗളപരമായ കർമ്മങ്ങൾ നടക്കുവാൻ സാധ്യത കൂടുതലായി കാണപ്പെടുന്നു. നിങ്ങൾക്ക് ഈ സമയത്തുണ്ടാകുന്ന ഗുണഫലങ്ങൾ കൂടുതലായി ലഭിക്കുന്നതിനും ദോഷങ്ങൾ മാറുന്നതിനും ശ്രീ ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിക്കൂ, ഭഗവാനെ പൂജിക്കുകയോ ഭഗവാന്റെ നാമം ജപിക്കുകയും ക്ഷേത്രദർശനം നടത്തുകയും പുഷ്പാഞ്ജലി അർപ്പിക്കുകയും ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും.